മലയോര ജാഥയ്ക്ക് മുന്നോടിയായി വനം വന്യജീവി സംഘർഷങ്ങൾ നിയമസഭയിലെത്തിച്ചു പ്രതിപക്ഷം. വനാതിർത്തിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമല്ലെന്നും മലയോര പ്രദേശങ്ങളെ 12 മേഖലകളായി തിരിച്ച് ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ വിശദീകരിച്ചു. നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ സരോജിനി കൊല്ലപ്പെട്ടതാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് വിഷയമായത്. മലയോര മേഖലയിലെ ജനങ്ങളോട് സർക്കാർ സത്യസന്ധതയില്ലാതെ പെരുമാറുന്നുവെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ മാത്യു കുഴൽനാടൻ. ജനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് വനനിയമ ഭേദഗതി പിൻവലിച്ചതെന്നും കേന്ദ്രത്തിന്റെയും കേരളത്തിലെയും നിയമത്തിൽ മാറ്റം വേണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കേന്ദ്ര വനനിയമത്തിൽ പൊളിച്ചെഴുത്ത് നടത്തേണ്ടതുണ്ട്. കേരള വനനിയമത്തിനും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് ജനങ്ങളുമായി സംവദിച്ച് ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി കർഷക സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഹാനി വരാത്ത വിധത്തിലുള്ള നടപടികൾ മാത്രമേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ. മലയോര മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത കേരള കോൺഗ്രസ് എം രാഷ്ട്രീയ പ്രായശ്ചിത്തം ചെയ്ത് മലയോര സമരയാത്രയിൽ വരണമെന്ന് മാത്യു കുഴൽനാടൻ. ഈ മലയോര മേഖലയിലെ ജനത്തിന്റെ ശബ്ദം അങ്ങേയറ്റം ദുർബലമായ സാഹചര്യത്തിൽ UDF മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ നടത്തുകയാണ്. ഞാൻ ബഹുമാനായ റോഷി അഗസ്റ്റിനെ ആ ജാഥയിൽ ഒരിടത്ത് പങ്കെടുക്കാൻ അടിയന്തര ഘട്ടത്തിൽ രക്ഷകനായ പിണറായി വിജയനും LDF-നുമൊപ്പമാണ് കേരള കോൺഗ്രസ് എം എന്ന് പ്രഖ്യാപിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഒരു സുപ്രഭാതത്തിൽ കേരള കോൺഗ്രസ് UDF-ന്റെ ഭാഗമാകാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് കണ്ടിച്ച് താഴേക്ക് വെച്ചു. ഞങ്ങൾ മലയോര കർഷകരും പെരുവഴി നിൽക്കണോ? ആ മലയോര കർഷകരെയും ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ പിണറായിയും കൂട്ടരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ പിണറായി സർക്കാരിനോടൊപ്പം ഇന്നതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ മലയോര കർഷകരെ സംരക്ഷിക്കുന്നതിൽ 100% വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ കണക്ക്. ഇതിനിടെ അടിയന്തര പ്രമേയ വിഷയത്തിൽ നിന്ന് വഴിമാറിയ മാത്യു കുഴൽനാടനോട് സ്പീക്കർ എൻ ഷംസീർ ക്ഷോഭിച്ചു. മാത്യു, നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നത്? ഈ വനനിയമ ഭേദഗതിയൊക്കെ പിൻവലിച്ചു. ഇവിടെ പറയേണ്ട കാര്യം എന്താ? വനനിയമ ഭേദഗതി അവതരിപ്പിച്ച അത് ഇല്ലാത്തതല്ലേ? പിൻവലിച്ച കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? പിൻവലിച്ച കാര്യം ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം? മലയോര ജനതയെ സർക്കാർ എന്തിനാണ് ശത്രുക്കളായി കാണുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. എന്തിനാണ് ഭീതി വളർത്തുന്നത്? എന്തിനാണ് ശത്രുക്കളായി കാണുന്നത് കർഷകരെ? ഈ മലയോരത്ത് ജീവിക്കുന്ന ആളുകൾ വനസംരക്ഷണത്തിന്റെ ശത്രുക്കളായി കാണരുത്. ഗൗരവമായി കൊണ്ടുവന്ന വിഷയത്തിന് ലാഘവത്തോടെയുള്ള മറുപടിയാണ് സർക്കാർ നൽകിയതെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം.